ചില സമയത്ത് അഭിനയിച്ചിട്ട് പോകുമ്പോൾ ചുരുളിയിൽ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ പോകുന്നത്, പക്ഷെ ഡബ് ചെയ്യുമ്പോൾ അത് വരുന്ന സാധനം കാണുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകുന്നത്. ആ സീരിയലൊക്കെ ചെയ്തു വന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ശരിക്കും തിരിച്ച് പറഞ്ഞപ്പോൾ എക്സ്പീരിയൻസ് കൊണ്ടിട്ടാണ്. സിനിമ എന്ന് പറയുമ്പോൾ നമ്മളെ കുറേയൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്യും, നമുക്ക് അറിയാത്ത കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാറുണ്ട്, നമ്മളെ ചിന്തിപ്പിക്കാറുണ്ട്. ജാഫ്രിക്ക പറഞ്ഞിട്ടുണ്ട് എപ്പോഴും നമ്മൾ ഡബിൾ പോസിറ്റീവ് ആയിരിക്കും. അതെ അതെ. അപ്പൊ അതെ, മൈനസ് കൊച്ചുനാളിലെ തൊട്ട് കണ്ട ഒരു മുഖമാണ് ജാഫ്രിക്കയുടെ. ചാച്ചനൊക്കെ ആരാധകനായിരിക്കും. ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഞാൻ പച്ചയ്ക്ക് പറയാം. നമ്മളൊരു സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ ആ സിനിമ എന്താണ്, അതിൻ്റെ തന്തു എന്താണ്, അതെങ്ങനെ മേക്ക് ചെയ്തിരിക്കുന്നത്, അതെന്താണ് അതിനകത്തെ സംഭവം, ഇത് കാണാനായിട്ട് ആൾക്കാർ കാരണം. നടന്മാരെ കാണാനായിട്ട് നമുക്ക് വേറെ ചെന്നാൽ കാണാൻ പാടില്ല, പിന്നെ ഉദ്ഘാടനത്തിലൊക്കെ ചെന്നാൽ കാണാം. നിങ്ങൾ മനസ്സിൽ കാണുന്ന ഇവന്റ് അത് ഏതുമായിക്കോട്ടെ, അതിനെ കൂടുതൽ കളർഫുൾ ആക്കാൻ കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി മൈൽ സ്റ്റോൺ ഇവന്റ്സ്, ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെന്റ്, കല്യാണം, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഏത് ഇവന്റ്സും കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നമുക്ക് മനോഹരമാക്കാം മൈൽ സ്റ്റോൺ ഇവന്റ്സിലൂടെ. ഹലോ, വെൽക്കം ടു മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് അങ്ങനെ പറ. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഒരുമ്പെട്ടവൻ എന്ന മൂവി പ്രൊമോഷന്റെ ഭാഗമായി നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ജാഫറിക്ക, ഡയാന ആൻഡ് ഈ മൂവിയുടെ ഡയറക്ടർ സുജീഷ് ഏട്ടൻ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. എല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണോ മൂവി ഇറങ്ങാൻ പോകുന്നതിന്റെ? അതെ അതെ ആണല്ലേ, എല്ലാവരുടെയും മുഖത്ത് ആ സന്തോഷം കാണാനുണ്ട്. സോ ആദ്യം തന്നെ ഞാൻ ചോദിക്കട്ടെ, ഈ ഒരുമ്പെട്ടവൻ എന്ന ടൈറ്റിൽ തന്നെ എനിക്ക് തന്നെ ആദ്യം പറഞ്ഞപ്പോൾ കിട്ടിയില്ല. സോ എന്താണ് ഈ ഒരുമ്പെട്ടവൻ എന്ന മൂവി ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം അതൊരു എന്തിനും ഏതിനും റെഡി ആയിട്ട് നിൽക്കുന്ന ഒരാൾ, അങ്ങനെയാണ് ആ മൂവി ആ ഒരു ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ എന്തുകൊണ്ടായിരിക്കും നമ്മൾ ഈ ടൈറ്റിൽ കൊടുക്കാൻ കാരണം? ആർക്ക് വേണമെങ്കിലും സാധാരണക്കാരനാണ് ഒരുമ്പെട്ടവൻ. സാധാരണക്കാരൻ അണമുട്ടിയ ചേരയും കടിക്കൂ എന്ന് പറയുന്ന പോലെ സാധാരണക്കാരനായ വ്യക്തി അവന്റെ പിടിച്ചു നിൽക്കക്കളി ഇല്ലാത്തൊരവസ്ഥ വന്നപ്പോ ചെയ്ത കുറെ കാര്യങ്ങൾ അറ്റം എത്തിയപ്പോ ആണല്ലേ. ഓക്കെ, അതിപ്പം ഈ ഒരുമ്പെട്ടവൻ അതിന്റെ താഴെ തന്നെ ഒരു സാധാരണക്കാരൻ ഇട്ടിട്ടുള്ളതിന്റെ റീസൺ അതായിരിക്കും അല്ലെ. അതുപോലെ ഈ മൂവിയുടെ പോസ്റ്ററിൽ ശ്രദ്ധിച്ചാൽ അറിയാം, ആ ഒരുമ്പെട്ടവനില് ഇന്നലെ ഒരു കുട്ടി ഓടുന്ന ഒരു പിക്ചർ ചെറുതായിട്ട് കാണിച്ചിട്ടുണ്ട്. സോ അതിന്റെ അതെന്തുകൊണ്ടായിരിക്കും നമ്മൾ അങ്ങനെ കാണിച്ചിരിക്കുന്നത്? ഒരു ഹിന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണോ പ്രേക്ഷകർക്ക്? ഇത് എന്തെങ്കിലും റിലേറ്റഡ് ആണ് എന്നറിയാൻ വേണ്ടിയിട്ടായിരിക്കും. ഒരു കുഞ്ഞു കൊച്ച് ഓടിപ്പോകുന്ന ഒരു സാധനം കൊടുത്തേക്കണമെങ്കിൽ എന്തെങ്കിലും കാരണം കാണിയാലേ. അതെ, ആ കൊച്ചു ചിരിച്ചോളാണോ ഓടുന്നെന്ന് നോക്കിയോ? സൈഡ് മാത്രമേ കണ്ടു. അപ്പൊ നോക്കണം. ചിരിച്ചോണ്ട് പിള്ളേരിങ്ങനെ ഹാലാലാന്ന് പറഞ്ഞ് ഓടിക്കഴിഞ്ഞാൽ ആക്ലാദിച്ച് അല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിട്ട് അവിടെ നിന്ന് ഒരാൾ കൈ കാണിച്ചാൽ ഓടുന്ന വേറൊരു ഓട്ടം, അല്ലാതെ ഒരു ഓട്ടമാണോ കണ്ടോ? ആ ഓട്ടത്തിലൊക്കെ അർത്ഥമുണ്ട്. അപ്പൊ അത് പടം കാണുമ്പോൾ അറിയാം. അത് ആ പടം കാണണം, എങ്കിലാണ് ഈ മൂവിയുടെ ടൈറ്റിലിന്റെ ഇതിന്റെ മൊത്തത്തിലുള്ള പശ്ചാത്തലം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ മൂവി കണ്ടു തന്നെ നമ്മൾ അറിയാം. സുജീഷന്റെ അടുത്തേക്ക് വരാണെങ്കിൽ ഈ പോസ്റ്ററിൽ ഏറ്റവും കൂടുതൽ പേര് വന്നിരിക്കുന്നത് സുജീഷന്റെയാണ്. ബിക്കോസ് ഡയറക്ടറാണ്, പ്രൊഡ്യൂസറാണ്, കോ റൈറ്ററും കൂടിയാണ്. ഇതിൽ ഒരു റോള് തന്നെ ചെയ്യാന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് ആണ്. സോ ഈ 3 റോളും കൂടി ചെയ്യാന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അത് എങ്ങനെയാണ് മാനേജ് ചെയ്തത്? അതെനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. ഇപ്പോഴെനിക്ക് സത്യം മനസ്സിലായത് വലിയ പാടുള്ള പരിപാടിയാണെന്ന് മനസ്സിലായത് ഇപ്പോഴാണ്. ഞാൻ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ആണല്ലേ, ഈ 3 റോളും കൂടി മാനേജ് ചെയ്യാന്ന്, അതാണ് ഞാൻ പറയാം. അപ്പൊ അതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? നമ്മുടെ മനസ്സിൽ കിടക്കുന്ന സാധനം. അതെന്ത് ജാഫർക്ക് ഇപ്പോഴാണ് അറിഞ്ഞേ? ഓ സോറി, 3 ക്യാരക്ടേഴ്സ്. ഞാൻ അറിയാത്ത ഒരു കാര്യം ചോദിച്ചോളൂ. ഞാനോർത്തു ഇതിനകത്ത് അദ്ദേഹം 3 റോള് കൈകാര്യം ചെയ്യുന്നു. ആസ് എ കോ റൈറ്റർ, പ്രൊഡ്യൂസർ, ഡയറക്ടർ, കോ-ഡയറക്ടർ. യാ, 3 റോൾ. അപ്പം കഥ മനസ്സിൽ നിന്ന് വന്നതാ. അപ്പം ആ കഥ അവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഓൾറെഡി സ്റ്റോറി റൈറ്റിംഗ് അവിടെ ഉണ്ട്. അത് കഴിഞ്ഞു. ആദ്യം അതിനെ കഴിഞ്ഞ് പിന്നെ അതിനെ ഞങ്ങൾ 2 പേര്, ഗോപിനാഥ് പാഞ്ഞാൾ എന്ന് പറഞ്ഞ ആളും ഞാനും കൂടി അങ്ങ് ഡെവലപ്പ് ചെയ്തു. അപ്പോൾ ഓൾറെഡി അത് പിന്നെ അതങ്ങ് പോയി, സെറ്റായി. അത് പിന്നെ ടെൻഷനില്ല. പിന്നെ ഡയറക്ഷൻ ഞാൻ ഹരിനാരായണൻ 2 പേരുണ്ട്. അപ്പോൾ ആ കഥ എൻ്റെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ എൻ്റെ ആദ്യം തൊട്ട് തന്നെ എൻ്റെ ഫസ്റ്റ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ തന്നെ ലൊക്കേഷൻ അടക്കം കാണുമ്പോൾ ആ പിക്ചർ ഇത് എങ്ങനെ ഇരിക്കണമെന്നൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതെല്ലാം കറക്റ്റ് ഇപ്പോൾ ഫിലിമിലായിട്ടുണ്ട്. ഇപ്പം ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഞാൻ ഫിലിം ഫീൽഡിൽ വരുന്നെങ്കിലും എൻ്റെ മനസ്സിൽ കണ്ടതും ഷൂട്ട് ചെയ്തതും ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ 10 ഇരട്ടിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് സിനിമ ഫീൽഡിൽ. ഒരു എൻ്റെ ഒരു ഡയറക്ഷനിൽ ഞാൻ പ്രതീക്ഷിച്ചതിൻ്റെ ഇപ്പോൾ എനിക്ക് ക്യൂബിൽ ഞാൻ ലോഡ് ചെയ്തപ്പോൾ പടം കണ്ടു. അത് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് അതിനൊക്കെ കാരണം ജാഫർക്ക, ഇവരൊക്കെ പറയാൻ പറ്റത്തില്ല. ചില സമയത്ത് അഭിനയിച്ചിട്ട് പോകുമ്പോൾ ചുരുളിയിൽ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ പോകുന്നത്, പക്ഷെ ഡബ് ചെയ്യുമ്പോൾ അത് വരുന്ന സാധനം കാണുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകുന്നത്. ഇതാണല്ലോ അവിടെ ഉദ്ദേശിച്ചിരുന്നതെന്ന്.
ആണല്ലേ അതിന്റെ ഒരു ഭയങ്കര സ്ഥാനാണ്. എന്തൊരു ചിലപ്പോ ചില സമയത്ത് എനിക്കത് കൺഫ്യൂഷൻ ആയിപ്പോട്ട് ടീമേ ഇതെന്തായി കാണിച്ചിരിക്കുന്നത്. അത് ആ ക്യാരക്ടറിൽ നിന്ന് വിട്ടുപോകുമ്പോ പറയുന്ന സാധനം നമുക്ക് ചിലപ്പോ ഇതങ്ങനെ ശരിയാവില്ലല്ലോ. പക്ഷെ അത് എനിക്ക് ലാസ്റ്റ് കത്തിയത് എന്നാന്ന് വെച്ചാൽ ഡബ് ചെയ്ത് വന്നപ്പോ മനസ്സിലായി ആ പറഞ്ഞത് ഈ സാധനം കൂടി ഒന്നാ, കറക്റ്റ് ഒരു വാക്ക് മാറ്റിയതേ ഉള്ളൂ. അത്രയ്ക്ക് ക്ലീനായിട്ട് ചെയ്തിട്ടുണ്ടെന്നല്ലേ. ജാഫ്രിക്ക് എന്തോ പറയാൻ വേണ്ടി ഇങ്ങനെ മനസ്സിലായില്ല, ആ കൊച്ചിന് മനസ്സിലായില്ല. അതൊന്നും എനിക്ക് മനസ്സിലാവാത്ത. അതായത് അഭിനയിച്ചിട്ട് പോകുമ്പോ അഭിനയിച്ചിട്ട് പോകുമ്പോ അല്ല, അഭിനയിച്ചോണ്ടിരിക്കുമ്പോ ആ സംഭവം അഭിനയിച്ചോണ്ടിരിക്കുമ്പോ അത് തിരിയല്ല, അത് അവർക്ക് കേട്ടിട്ട് തന്നെ എന്നാ സംഭവം പറഞ്ഞത് അവർക്ക് അവർ എഴുതി വെച്ചിരിക്കുന്ന സാധനങ്ങളല്ലായിരിക്കും അവിടെ വന്നിരിക്കുന്നത്. നമ്മൾ തിരികെ മുറിയൊക്കെ ചെയ്യുമ്പോൾ അത് ഡബ് ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യും. നമ്മൾ ആ സീരിയലൊക്കെ ചെയ്തു വന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് അത് ശരിക്കും തിരിച്ച് പറഞ്ഞപ്പോൾ എക്സ്പീരിയൻസ് കൊണ്ടിട്ടാണ് ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റിയത് അല്ലേ. പക്ഷെ ആ സമയത്ത് അതങ്ങനെ മെർജ് ചെയ്ത് ചെയ്യാന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് പറ്റുന്നതല്ല. കാരണം അതേ സമയത്ത് തന്നെ ആ അഭിനയം ഉണ്ടാവണം, എന്നാൽ ഇത് ഡബ് ശരിയാകുന്ന അതേ സാധനം വരുവും വേണം. അതവിടെ നമ്മൾ ഈ കാണുന്നവർ അതിൽ തന്നെ ചില ആൾക്കാർ കാണില്ല, ഷൂട്ട് കാണുമ്പോൾ കാണുന്ന കൂട്ടല്ലോ. നമ്മളത് ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട്, എന്തെങ്കിലും തെറ്റ് പറ്റുന്നോ ശ്രദ്ധിച്ചിരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ, അയ്യോ തെറ്റി. അത് കഴിഞ്ഞ് നമുക്ക് മനസ്സിലായി ഇത് 1-2 സീൻ കണ്ടപ്പോൾ മനസ്സിലായി ഇതങ്ങനെയാണ്. പ്ലേ ഓക്കെ ആണെന്ന് ചോദിക്കും. പ്ലേ നമ്മളെ ചെയ്തേക്കുന്ന പ്ലേ ഇല്ലേ, ആ പ്ലേ ഓക്കെ ആണെങ്കിൽ ഇപ്പം നിസ്സാര ഒരു ഇപ്പം എന്തുണ്ട് എന്ന് ചോദിച്ചാൽ എന്നാ ഉണ്ട് എന്നായിപ്പോയി എന്നൊക്കെ ഇരിക്കൂലേ. എന്തുണ്ടും എന്നാ ഉണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ആ വ്യത്യാസം അങ്ങനെയൊക്കെ ഒരു വേറെ സാധനം മാറിപ്പോയി കഴിഞ്ഞാൽ പ്ലേ ഓക്കെ ആണെങ്കിൽ നമ്മൾ ഡബിങ്ങിലൊക്കെ ക്ലിയർ ചെയ്യാൻ അതങ്ങനെ ക്ലിയർ ചെയ്യാം. അത് അവിടുത്തെ എഞ്ചിനീയർ നമ്മളൊക്കെ നോക്കി കഴിയുമ്പോഴത്തേക്കും ശരിയാവും. അപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും, ആ ഇതൊക്കെ എത്രയോന്ന് മനസ്സിലാവും. അതാണ് മനസ്സിലായി. ഇപ്പൊ ഡയാന വെബ് സീരീസിലുണ്ട്, റിയാലിറ്റി ഷോസിൽ നമ്മൾ എപ്പോഴും കാണുന്ന ഒരാളാണ്. ഇപ്പൊ മൂവിയിലെത്തി, ഈ മൂവിയിലെത്തി ലീഡ് റോളിൽ വന്നിരിക്കുകയാണ്. സോ എങ്ങനെയാണ് ഈ മൂവിയിലേക്ക് വന്നത്? ഒരു മുട്ടാണ് ഞാനൊരു ക്യാരക്ടർ റോളാണ് ചെയ്യുന്നത്, സുധീഷേട്ടൻ്റെ വൈഫായിട്ട്. നമ്മുടെ പ്രോജക്ട് ഡിസൈനർ സുധീർ കുമാർ, അദ്ദേഹം എന്നെ ആദ്യമായിട്ട് കോൺടാക്ട് ചെയ്യുന്ന പ്രോജക്റ്റിലേക്ക് വേണ്ടിയിട്ട്. കഥയും കാര്യങ്ങളും കാസ്റ്റും തീമും ഒക്കെ പറഞ്ഞു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഒരു ഫാമിലി പശ്ചാത്തലം കൂടിയുള്ള ഒരു മൂവിയാണ്. തീർച്ചയായിട്ടും ഫാമിലി ഓഡിയൻസ് ഈ മൂവി കണ്ടിരിക്കണം അല്ലേ. സാറിൻ്റെ മനസ്സിലേക്ക് ഈ കഥ വന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശരിക്കും ഒരു റിയൽ ലൈഫ് ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തുള്ള ഒരു കഥ, ഒരു ത്രെഡാണ് അദ്ദേഹത്തിന് മനസ്സിൽ വന്നത്. പിന്നീട് അവർ ഗോപിനാഥൻ സാറുമായിട്ടൊക്കെ രണ്ടുപേരും കൂടെ ഇരുന്ന് അതിനെ ഡെവലപ്പ് ചെയ്ത് അങ്ങനെ കൺസീവ് ചെയ്തെടുത്തൊരു ചിത്രമാണ്. അപ്പോൾ ഇത് ഒരു ഫാമിലി ഓഡിയൻസ് തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു പടമാണ്. തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു പടം തന്നെയാണ്. ഓക്കെ, അപ്പോൾ കുഞ്ഞുങ്ങളായിട്ടൊക്കെ ചെന്ന് തന്നെ കാണണം. ഓക്കെ, സോ ഇതിൽ പ്രതിപാദിക്കുന്ന വിഷയം, ചർച്ച ചെയ്യുന്ന വിഷയം ഒരു എൻ്റർടൈൻമെൻറ്റിൻ്റെ ഒരു മേമ്പൊടിയോട് കൂടി ചേർത്ത് തന്നെ നമ്മുടെ സമൂഹത്തിന് ചുറ്റും നടക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, കരുതിയിരിക്കണം. അതിനൊക്കെ ഏറെ സഹായിക്കും. സിനിമ എന്ന് പറയുമ്പോൾ നമ്മളെ കുറേയൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്യും. നമുക്കറിയാത്ത കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാറുണ്ട്, നമ്മളെ ചിന്തിപ്പിക്കാറുണ്ട്, അതിൻ്റെ കൂടെ തന്നെ രസിപ്പിക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാ എലിമെൻസും കൂടെ ഒത്തുചേർന്നൊരു മൂവി തന്നെയാണ് നമ്മുടെ ഒരുമ്പെട്ടവൻ. പിന്നെന്താ, എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ധന്യ രമേശ് എന്നാണ്. സുധീഷ് ഏട്ടൻ്റെ പേരായിട്ടാണ്. സുധീഷ് ഏട്ടൻ മലയാള പ്രേക്ഷകർക്ക് എത്ര വെരി സീനിയർ, മോസ്റ്റ് ആൻ എക്സ്പീരിയൻസ്ഡ് ആക്ടർ. യെസ്, അതെ അതെ അതെ. നമ്മളൊരു കോമ്പിനേഷൻ ഒക്കെ രസകരമായിട്ട്, എനിക്ക് ബേസിക്കലി എനിക്ക് ഫാമിലി സബ്ജക്ട്സ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ്. ഓക്കെ ഓക്കെ. അപ്പൊ മോളുടെ ഇതില് സാറിന്റെ മകളാണ് ആക്ച്വലി ശരിക്കും ലീഡ് ഒരു ക്യാരക്ടർ ചെയ്യുന്നതും. കാശ്മീരിയും ജാഫ്രിക്കയും ഇന്ദ്രൻ സേട്ടനുമാണ്. ഇവർ മൂന്നുപേരും തമ്മിലുള്ള ഒരു അടിപൊളി സംഗതിയൊക്കെ ഉണ്ട്. മീൻ ലീഡ് കഥാപാത്രങ്ങൾ ചെയ്യുന്നത്. അപ്പം സാറിൻ്റെ മകളുടെ അമ്മ വേഷമാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഇത് പറഞ്ഞാൽ വളരെ അംബീഷ്യസ് ആയിട്ടുള്ള ഒരു അമ്മ, മകളെക്കുറിച്ചും ജീവിത നിലവാരം ഉയരുന്നതിനെ കുറിച്ചും ഒക്കെ വളരെയധികം പ്രതീക്ഷകളും ആശങ്കകളും ഉള്ള ഒരു മിഡിൽ ക്ലാസ് ഒരു സാധാരണക്കാരി, ഒരു സാധാരണക്കാരി അമ്മയാണ് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ ഒരു റോള് അതാണ്. ജാഫ്രിക്കയുടെ അതെ, അടിപൊളിയായിട്ട് ചെയ്തു തരുന്നല്ലേ. ഇപ്പം ജാഫ്രിക്ക എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കുന്ന ഒരാളാണ്. ജാഫ്രിക്ക പറഞ്ഞിട്ടുണ്ട് എപ്പോഴും നമ്മൾ ഡബിൾ പോസിറ്റീവ് ആയിരിക്കും. മൈനസ് ആവാൻ അത് ജാഫ്രിക്കയുടെ മുഖത്തുണ്ട്. എപ്പോഴും ആ പോസിറ്റീവ് നമ്മുടെ ആരെങ്കിലും ഉച്ച കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് എല്ലാവരും ഒക്കെ ഒന്ന് എനർജി ഡൗൺ ആക്കി ഇങ്ങനെ ഇരിക്കും, മടി പിടിച്ചിരിക്കുകയാണ്. ഇക്ക വന്നിട്ടൊരു ധമാക്കയുണ്ട് സെറ്റില്. എനർജി ലെവല് കൂടെ വർക്ക് ചെയ്യുന്ന കൂടെ ഉള്ള ആൾക്കാരുടെ ആർട്ടിസ്റ്റുകളുടെ ഒക്കെ എനർജി ലെവല് കൂട്ടാൻ നമ്മുടെ ജാഫ്രിക്കായെ കൊണ്ട് വളരെ അടിപൊളിയായിട്ട് സമർത്ഥമായിട്ട് സാധിക്കും.
നമ്മൾ എപ്പോഴും ഓൺ ആയിട്ടിരിക്കണം. സെറ്റിൽ മാത്രല്ല, എപ്പോഴും നമ്മള് പോസിറ്റീവ്. അതെ, അങ്ങനെ ഇരിക്കണം. ഇപ്പം ജാഫ്രിക്കയുടെ ഞാൻ കൊച്ചുനാളിലേ തൊട്ട് കണ്ട ഒരു മുഖമാണ് ജാഫ്രിക്കയുടെ. നേരിട്ട് കാണാൻ പറ്റിയതിൽ തന്നെ ഒരു വലിയൊരു സന്തോഷമുണ്ട്. ചാച്ചനൊക്കെ ആരാധകനായിരിക്കും. ചാച്ചൻ, അതെ, ചാച്ചൻ എന്ന് പറയുമ്പോഴേ എനിക്ക് ജാഫ്രിക്കയുടെ പല മൂവീസിലും ചാച്ചൻ എന്നുള്ള റോള്, പിന്നെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സംസാരമാണ്. നമ്മളുടെ കോതമംഗലത്താണ് ഞാൻ താമസിക്കുന്നത്. അവരുടെയൊക്കെ ഒരു സംസാരം എനിക്ക് ജാഫ്രിക്കയുടെ പല മൂവീസിൽ തോന്നാറുണ്ട്. സോ അതാണ് നേരിട്ട് കണ്ടതിൽ ആദ്യം തന്നെ സന്തോഷം. ഇപ്പം ജാഫ്രിക്കയുടെ കാര്യം പറയുകയാണെങ്കിൽ 2007 തൊട്ട് നമ്മൾ കാണുന്നതാണ്. കയ്യൊപ്പ് മൂവിയിലൂടെ വന്നു, ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുത്തു, പിന്നെയും നമ്മൾ തിരിച്ചു വന്നു. ഇപ്പം ഒരുമ്പെട്ടവൻ മൂവിയുടെ ലീഡായിട്ട് വന്നിരിക്കുകയാണ്. എന്ത് തോന്നുന്നു ഈ മൂവിയിൽ ഇപ്പൊ ഇവിടെ വരെ എത്തിയിരുന്നിട്ട്? എന്ത് തോന്നുന്നു? തോന്നുന്നല്ല, പടം വിജയിക്കണമെന്ന് തോന്നുന്നു. പിന്നെ പടം നമ്മൾ ചെയ്തല്ലേ, നമ്മള് ഒരു 1.5 മാസം അവിടെ കിടന്ന് വല്ലാത്ത അനുഭവിച്ച് ചെയ്ത പടം ഇതൊക്കെ. അതാ ആ പോസ്റ്ററില് ജാഫ്രിക്കയുടെ മുഖത്തുണ്ട് അത്. അല്ല, എല്ലാവരുടെയും മുഖത്തുണ്ട്. അതെ, ഇനി തന്നെ ഓരോ പോസ്റ്ററിലും ഓരോ ലുക്കാണ്. ഈ പോസ്റ്ററിൽ എല്ലാവരും വളരെ സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരുമ്പെട്ട് നിൽക്കുന്ന പോലെ തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത്. സോ ഓരോ പോസ്റ്ററിലും അങ്ങനെയാണ്. ഇപ്പം ജാഫ്രിക്കയുടെ ക്യാരക്ടർ എങ്ങനെയാണ് ഇതില്? എന്താണ്? ഞാൻ ഈ പിന്നെ റോഡ് സൈഡിൽ കൂടെ മറ്റേ വീടുകളിൽ കൂടെ ഒക്കെ ചെന്നിട്ട് ഈ ആക്രി എടുക്കുന്നതും ചളക്കുന്നതും ചാക്കി നിറയ്ക്കുന്നതും അതിങ്ങനെ തോളിലിട്ട് പോകുന്ന വഴിക്ക് ഇങ്ങനെ കുത്തിപ്പറക്കി ആണി കീണി അതൊക്കെ പറക്കി കൊണ്ടുപോയി വലിയൊരു കടയിൽ കൊണ്ടുപോയി വിൽക്കുന്ന ഇയാളെ കല്യാണം കഴിച്ചിരിക്കുന്ന സുധീഷിൻ്റെ ഒരു ജ്യേഷ്ഠൻ. പക്ഷേ ഇവർ ഇച്ചിരി റിച്ചായിട്ട് നിൽക്കുവാണ്. ഇയാളിങ്ങനെ ഒരു ഭാര്യയൊക്കെ മരിച്ചു പോയതിന് ശേഷം ഉള്ള ഭാര്യ കല്യാണം കഴിച്ചോ എന്നൊക്കെ ഉണ്ട്, എനിക്കറിയില്ല. ഇല്ല, അങ്ങനെ ഒരാളാണ്. അപ്പം അങ്ങനെ പോകുന്ന ഒരാളും ഇവരും തമ്മിലുള്ള ക്ലബിങ്ങും അങ്ങനെയൊക്കെ കേട്ടാ. അപ്പോൾ അതിനകത്തുള്ള ഒരു സംഭവമൊക്കെ ഇല്ലേ, എന്തോ ഇല്ലേ, അതൊക്കെ വരും. അപ്പൊ അദ്ദേഹം എനിക്ക് കുറെ നിങ്ങളടുത്ത് സംസാരിച്ചപ്പോ തന്നെ ആ പ്ലോട്ട് എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. അത് പ്രേക്ഷകർ തന്നെ കണ്ട് മനസ്സിലാക്കേണ്ടത് ഒന്നാണ് എന്നുള്ളത് പോസ്റ്റർ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇപ്പൊ സുജീഷ് ചേട്ടനായിരുന്നു കോണ്ടാക്ട് ചെയ്തത് ഈ മൂവിയിൽ ചെയ്യണത് പറഞ്ഞിട്ട്? മൂവിയിൽ ഞങ്ങള് ഇത് ഉണ്ടാകാൻ കാരണം ഞാനും അദ്ദേഹം ചെറിയൊരു സംസാരത്തിൽ നിന്ന് വന്നാ. അങ്ങനെ പിന്നെ അതിനകത്തേക്ക് പിന്നെ ഒത്തിരി ആൾക്കാർ കയറിയില്ലേ. കാരണം വെച്ചാൽ പിന്നെ ഈ പറയുന്ന ഇദ്ദേഹത്തിന്റെ കൂടെ ഇപ്പൊ ലെറ്റർ റൈറ്റിംഗ് വരുന്നതെന്ന് പറഞ്ഞാൽ സുജീഷ്, ഹരിനാരായണൻ, അവര് പിന്നെ എഴുതിയ മറ്റേ ഗോപിനാഥ് സാറ്, പിന്നെ ഇതിനകത്ത് ഞങ്ങളെ രാഹുൽ കൃഷ്ണ എന്ന് പറയുന്ന അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞു. മറ്റേ ഞാൻ രണ്ടാമത്തെ വർക്കാണ് അദ്ദേഹത്തിൻ്റെ. അപ്പം അത് കഴിഞ്ഞ നൊയമ്പിലായിരുന്നു ഞങ്ങളുടെ ഈ പടം. കഴിഞ്ഞ നൊയമ്പിൽ മുസ്ലിംസിന്റെ നൊയമ്പിലായിരുന്നു ഈ പടം. അതിന് മുമ്പുള്ള നൊയമ്പിലായിരുന്നു ഞാൻ ഈ രാഹുൽ കൃഷ്ണനെ പരിചയപ്പെടുന്നത്. അദ്ദേഹം വേറൊരു സിനിമയൊക്കെ ചെയ്യാനിരിക്കുന്ന ആളാണ്. അപ്പം ഞങ്ങൾ ഈ പടത്തിലേക്ക് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്കും കാര്യങ്ങളും കണ്ടപ്പം ഒന്ന് ഇടപെട്ട് അല്ല അദ്ദേഹത്തിനെയും കൊണ്ടുപോയിട്ടു. അപ്പം മൊത്തത്തിലൊരു ടീം വർക്കായിട്ട് മാറി. നല്ല പടം ഏറ്റെടുത്തു, അതുകൊണ്ടാണ് ഇത്രയും വന്നത്. ആ ഏറ്റെടുക്കലിന്റെ ഭാഗമായിട്ടാണ് രാഹുലിനോട് ഇങ്ങനെ സംസാരിച്ച് ഈ പടം വന്നത്. ഇവരെല്ലാവരും വന്ന് കയറിയപ്പം എൻ്റെ എല്ലാവരും ഭാഗ്യം എന്ന് പറയാം. ടീമിനെ സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു എല്ലാവരോടും പറയാം. നമുക്ക് ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കും ഇപ്പം സിനിമയല്ലേ, അത് ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കും അത് ഓടണോ എന്നൊക്കെ തീരുമാനിക്കുന്ന ജനങ്ങളാണ്. പക്ഷേ നല്ലതാണെങ്കിൽ ഇപ്പം പ്രേക്ഷകർ ഓടിപ്പിക്കുന്നേ, നല്ലതാണെങ്കിൽ ഓടിപ്പിക്കും. ഇപ്പം അങ്ങനെ വാശിയും വൈരാഗ്യമൊന്നുമില്ല. നല്ല പടമാണെങ്കിൽ ഓടിപ്പിക്കും. അതല്ല ഇപ്പം ഈ നടന്മാരൊന്നും ഇല്ലാതെ പടം ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഓടുന്നത് അതാണ് നല്ല കഥയും കാര്യങ്ങളൊക്കെ വന്നു. പക്ഷേ ഇത് ഏറ്റെടുക്കാൻ പറ്റിയൊരു കഥയായിരിക്കും. നമ്മൾ കണ്ടു, അതൊക്കെ ഇതിനകത്ത് നടക്കുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇനി കാണാനും പോവാ. കേരളം ഞെട്ടിക്കുന്ന ആ സംഭവം നടക്കാൻ പോകുന്നത് അങ്ങനല്ല, പല കാര്യങ്ങളുണ്ട് ഇതിനകത്ത്, പല ഞെട്ടിക്കുന്ന പ്രശ്നങ്ങളുണ്ട് ആണല്ലേ. എല്ലാം നമ്മൾ അപ്പൊ ഒരു സീരിയസ് ജോണർ മൂവിയാണിത് അല്ലേ? എല്ലാം ഉണ്ട് സിനിമയിൽ. പല സിനിമയിൽ പല ജോണർ വരും, ഇതിനകത്ത് എല്ലാ ജോണറും ഉണ്ട്. അതുപോലെ ഗാനങ്ങളൊക്കെ നല്ല ഭംഗിയുള്ള ഗാനങ്ങളാണ്, നല്ല ഫീൽ ചെയ്യുന്ന പാട്ടൊക്കെ നമ്മളിങ്ങനെ വല്ലാതെ പോകും. നമുക്ക് ഒരു വല്ലാതെ നമുക്കൊരു ഒന്ന് നമ്മുടെയൊക്കെ എല്ലാം ഒന്ന് കഴുകിക്കളയണമെങ്കിൽ ഈ പാട്ട് കേട്ടാൽ മതി. അങ്ങനെയൊക്കെ കേട്ടാൽ വിജയ് യേശുദാസൊക്കെ പാടിയിരിക്കണം, ഭയങ്കര നമുക്ക് വല്ലാതെ പോകും. ആണല്ലേ. ഇപ്പൊ ഇന്ദ്രൻ സേട്ടനും ജാഫ്രിക്കയും തമ്മിലുള്ള ഒരു കോംബോ ഇനിയും വരുന്ന ഒരു മൂവിയും കൂടിയാണ്. കോംബോ കഴിഞ്ഞല്ലോ. അതെ, ഒരു കോംബോ കഴിഞ്ഞു, ഇത് രണ്ടാമത്തെ മൂവിയാണ്. അപ്പോ ആ കോംബോയും നമ്മൾ ഈ മൂവിയുടെ സ്ക്രിപ്റ്റിന്റെ ടൈമിലെ എടുത്ത ഒരു ഡിസിഷൻ ആയിരുന്നോ ഇന്ദ്രൻ സേട്ടന്റെ ഒരു വരവും ഈ മൂവിയിലേക്ക്? അല്ല, അതൊക്കെ മുമ്പേ നമ്മൾ കാസ്റ്റിംഗ് ആയിരുന്നല്ലേ?
അതിനൊക്കെ മുമ്പ് നടന്നായത്. പക്ഷെ ഷൂട്ട് ഞങ്ങൾ തുടങ്ങിയത് എല്ലാം ശരിയായി പിന്നെയാണ്. അതിന് മുമ്പ് മറ്റേ പടം ഷൂട്ടായി. അതെ, അത് കണ്ടുകൊണ്ട് അത് വന്നുകൊണ്ട് ഈ കോമ്പോ വെച്ചല്ല. അല്ല 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 അല്ല. മനസ്സിലായി. ഇപ്പൊ ഇന്ദ്രൻ സേട്ടന്റെ ക്യാരക്ടറും ഈ കഥയ്ക്ക് ഇവർ രണ്ടുപേരെ പറ്റുള്ളൂ. ഇപ്പൊ ഈ സ്ക്രിപ്റ്റ് എഴുതിയപ്പോഴേ അതെ, ജിഷന്റെ മൈൻഡിൽ ഇവര് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചാണല്ലോ ഇത് തുടങ്ങുന്നത്. അപ്പൊ തന്നെ ഒരു ക്യാരക്ടർ ജാഫർക്കയും പിന്നെ അടുത്ത് ഇവർക്ക് രണ്ടുപേർക്ക് ഇത് പടം കണ്ടുവരും മനസ്സിൽ ഇവർ രണ്ടുപേർക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അതാ അതാണ് നമ്മളിപ്പം ഒരു മൂവി ഇറങ്ങുന്നതിന് മുമ്പ് ലാസ്റ്റ് പറയുന്ന ഒരു കാര്യമാണ് എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണണം എന്ന്. ഈ മൂവി തിയേറ്ററിൽ പോയി തന്നെ ബിക്കോസ് ഞാനിത് പറയാൻ കാരണം നമ്മൾ OTT ഉണ്ടല്ലോ ഇപ്പോൾ. അപ്പം കുറേ പ്രേക്ഷകർ OTT ഉണ്ടല്ലോ, സോ അതിലാണെങ്കിലും നമുക്ക് കാണാലോ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാർ ഒരുപാടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, അപ്പം നമ്മൾ തിയേറ്ററിൽ പോയി തന്നെ കാണേണ്ട മൂവി തന്നെയാണോ ഇത്? അതിന്റെ മേക്കിംഗ് അതുപോലെയാ. സാധാരണ ഒരു പടം സാധാരണ കാണുന്ന പറഞ്ഞാലും വളരെ നന്നായിട്ട് ഒരു മമ്മൂട്ടി പടം അല്ലെങ്കിൽ മോഹൻലാൽ പടം ഒക്കെ ചെയ്യുന്ന അതേ രീതിയിൽ ഫ്രെയിം വർക്കും എല്ലാം ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. എല്ലാം വളരെ വർക്കൊക്കെ വലിയ വൻ വർക്കാ, ഒരു കോംപ്രമൈസും ഇല്ല. പൈസയൊക്കെ ഒത്തിരി മുടക്കിയ പൈസ പടമായത്. ആണല്ലേ. ഇതിപ്പോ എത്ര നാളുണ്ടായിരുന്നു ഇതിന്റെ ഷൂട്ട്? ഒരു 2 മാസം, ഒരു 45 ദിവസം ഉണ്ടാവും. ഫെബ്രുവരി, 1.5 മാസം മിച്ചം. ഓക്കെ. അപ്പൊ അത്രയും ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണ് ഈ ഒരു മൂവി അല്ലേ? അതെ, മേക്കിങ്ങിലൊന്നും ഒരു കോംപ്രമൈസും വരുത്തിയിട്ടില്ല. ഈ പറഞ്ഞതുപോലെ നമുക്ക് OTT വന്ന് കാണാമെന്ന് ചിന്തിക്കുന്ന ഓഡിയൻസ്, പക്ഷേ ചില മൂവീസ് നമ്മൾ തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്ന് പറയത്തില്ലേ. അപ്പോൾ ആ ഒരു ഏരിയയിൽ നമുക്ക് ഒരു കോംപ്രമൈസ് നടത്തിയിട്ട് കാര്യമില്ല. തീർച്ചയായിട്ടും തിയേറ്റർ ഓഡിയൻസിനും ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഒരുമ്പെട്ടവൻ മേക്ക് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ഗ്യാരണ്ടീഡ്. ഈ ഒരുമ്പെട്ടവൻ എന്നുള്ള ടൈറ്റിൽ ഇട്ടപ്പോൾ നമ്മൾ പ്രേക്ഷകർ അത് എങ്ങനെ എടുക്കും, ആ ടൈറ്റിൽ അതൊരു ചർച്ചാ വിഷയമാവും എന്നൊരു പേടി ഉണ്ടായിരുന്നോ? ഇല്ല, ആ കഥയ്ക്ക് പറ്റിയ സാധനമാണ്. ഈ കഥയാണ് കഥ. അതാണ് കഥ. പേര് കൂടി ചേരുമ്പോൾ ആ കഥ പൂർണ്ണമാവുക. ഒരു കുട്ടപ്പൻ വല്ലതും വന്നാൽ ശരിയായല്ല. ഒരു കുട്ടപ്പൻ എന്ന് പറഞ്ഞാൽ വല്ല ഒരുമ്പിട്ടവൻ തന്നെ. ഓ ഓക്കെ, അങ്ങനെ വന്നാലേ ഈ മൂവി ഇതാവുള്ളൂ. മനസ്സിലായി. ഓക്കെ. അപ്പം നമ്മുടെ ഒരുമ്പെട്ടവൻ മൂവി റിലീസ് ചെയ്യാൻ പോവാണ്. അതിന് മുമ്പ് പ്രേക്ഷകരോട് എന്താണ് നമുക്ക് പറയാനുള്ളത്? മൂവി തീർച്ചയായിട്ടും January 3 റിലീസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ ചെന്ന് കുടുംബസമേതം ചെന്ന് കാണണം. കുടുംബ പ്രേക്ഷകർക്ക് കുറച്ചധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രം തന്നെയായിരിക്കും. ആണ്. നമ്മളും അങ്ങനെ തന്നെയാണ്. നമ്മളും പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയ സന്ദർഭം ഉണ്ടാക്കി ഒത്തിരി സിനിമകളൊക്കെ ഇറങ്ങുന്നുണ്ടല്ലോ. നമ്മുടെ സിനിമ മാത്രമല്ല സമയത്ത് ഇറങ്ങുന്നത്. അപ്പം ആ സിനിമകളെല്ലാം ജനം കാണണം. അത് സമയ സന്ദർഭം ഉണ്ടാക്കുന്നതിലുപരി അവർ എങ്ങനെയെങ്കിലും ഇച്ചിരി പൈസ ഉണ്ടാക്കുക. ആ പൈസ ഉണ്ടാക്കി ചെന്നത് കാണണമെന്ന് അപേക്ഷിക്കുക. ആലോചിച്ചില്ല, അവർക്കാരും മേടിക്കണ്ടേ? അവർക്ക് സിനിമ കണ്ടുകൊണ്ട് നടന്നാൽ മതിയോ? അപ്പോൾ ഇതിന് സമയം കണ്ടെത്തി ഒരു ശകലം എന്തൊക്കെ സെറ്റപ്പ് ആക്കി ഇത് കാണണം. എല്ലാ പടവും കാണുന്നതോടെ നമ്മുടെ പടവും കൂടെ ഒന്ന് കാണണം. നമ്മൾ റിക്വസ്റ്റ് ചെയ്യണം. പിന്നെ വിജയിപ്പിക്കണം. അതേ ഉള്ളൂ. നമ്മളൊരു വലിയ നടന്മാരുടെ സിനിമയൊന്നും അല്ല എന്നോർത്തോണ്ട് നമ്മൾ പോസ്റ്റർ കണ്ടു കഴിയുമ്പോൾ ഓ ഇത് കാണണ്ടെന്ന് ആക്കരുതെന്ന് ഞാൻ പറഞ്ഞേ. ഓ ഇതൊക്കെ ആരും ഇല്ലെന്ന് പറയരുത്. നമ്മളൊക്കെ ഇങ്ങനെ നമ്മൾ സിനിമ കഥയല്ലേ കാണാൻ പോണേ. ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഞാൻ പച്ചയ്ക്ക് പറയാം. നമ്മളൊരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ സിനിമ എന്താണ്, അതിൻ്റെ തന്തു എന്താണ്, അതെങ്ങനെ മേക്ക് ചെയ്തിരിക്കുന്നത്, അത് എന്താണ് അതിനകത്തെ സംഭവം, ഇത് കാണാനായിട്ട് ആൾക്കാർ കയറണം. അല്ലാതെ സിനിമയിലൂടെ വലിയ നടന്മാരെ കാണാനായിട്ട് കയറരുത്. അപ്പോഴാണ് വിലയിരുത്തുക. പിന്നെ നടന്മാരെ കാണാനായിട്ട് നമുക്ക് വേറെ ചെന്നാൽ കാണാൻ പാടില്ലേ? പിന്നെ ഉദ്ഘാടനത്തിലൊക്കെ ചെന്നാൽ കാണാം. ഇവർ ചെയ്തു വെച്ചിരിക്കുന്ന പെർഫോമൻസ് തന്നെ. ഇപ്പം കയറി വരുന്ന എന്തോരം നല്ല കുഞ്ഞുങ്ങൾ പിള്ളേരുണ്ടെന്നറിയോ. ഇപ്പം ഈ ക്യാമറ സൈഡാണല്ലോ എല്ലാം. നിങ്ങളിപ്പോൾ നോക്കിയേ, പണ്ടൊക്കെ ഇൻ്റർവ്യൂ ചെയ്യാൻ വരുന്നതെന്ന് പറഞ്ഞാൽ 10-40 വയസ്സുള്ള സ്ത്രീകളൊക്കെ ആയിരിക്കും ഈ ഇതിനകത്തൊക്കെ അതിന് ഓരോ ചാനലിലും തന്നെ. പിന്നെ പിള്ളേർ ഏറ്റെടുത്തേക്ക് വന്നു. അപ്പം ഞങ്ങൾ കാരണവന്മാരെ വിളിച്ചേക്ക് വന്നവർ. അപ്പോൾ അത് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്ത് കൊടുക്കുക. അപ്പോൾ പിള്ളേർ സെറ്റിൻ്റെ ഒരു പടം ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്ക് ആ പിള്ളേർ സെറ്റ് ചെയ്ത പടം ഇത് ഏതാ ഈ പിള്ളേർ അത് കാണണ്ടേ? അതായത് എല്ലാവരും ചുമ്മാ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ കണ്ടാൽ മതിയോ? ഞാൻ പറഞ്ഞ എല്ലാ സിനിമയും വിജയിക്കണം. ഇപ്പൊ കണ്ടില്ല, അങ്ങനെയല്ലേ പിള്ളേർ ഇപ്പൊ ഒന്ന് തകർത്തോണ്ടിരിക്കുന്നത്. ഞങ്ങൾ നിലനിർത്തുന്നില്ലേ? അച്ഛനായിട്ടും പാപ്പനായിട്ടും ഉപ്പാപ്പായിട്ടും അപ്പാപ്പനായിട്ടും അത് പറയാം. പിന്നെ പിള്ളേരൊക്കെ ഏകദേശം 50-ൽ പരം അങ്ങനെ സ്കൂളുണ്ടല്ലോ. പുതിയ ആൾക്കാർ അതൊക്കെ വലിയ റിച്ച് സ്കൂളിലാണ് ചെയ്തിരിക്കുന്നു. ഭയങ്കര സ്കൂളുകളില്ലേ, വലിയ സ്കൂൾ. അങ്ങനത്തെ സ്കൂളിൽ തന്നെ ഷൂട്ടിങ് ചെയ്തേക്കണേ. നമ്മൾ സെറ്റ് ഇടുവോ ഒന്നല്ല ചെയ്തിരിക്കുന്നത്. അല്ല അതിനകത്ത് പറഞ്ഞില്ലേ ലുബ്ബതനം കാണിച്ചിട്ടില്ല. അങ്ങനെ ലുബ്ബതനം കാണിക്കാതെ ഒരു പ്രൊഡ്യൂസർ വന്നു കഴിയുമ്പോഴത്തേക്കും
അദ്ദേഹത്തിന് ഇനി ഒരു അത് ഒരെണ്ണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതുണ്ടാവണമെങ്കിൽ ഈ പടത്തിന് എന്തെങ്കിലും അയാൾക്ക് ഗുണം കിട്ടണ്ടേ? ഗുണം കിട്ടണം. ആ പ്രാർത്ഥിക്കണം, നിങ്ങളുടെയൊക്കെ അനുഗ്രഹം വേണം, നിങ്ങളൊക്കെ സഹായിക്കണം, അങ്ങനെയൊക്കെ ആകുമ്പോഴേ ഓടുള്ളൂ. അതാണ്. ഇപ്പൊ എന്തായാലും സുജീഷ് ചേട്ടന്റെ ഫസ്റ്റ് മൂവിയാണെന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും മൂവി വലിയൊരു വിജയമാവട്ടെ. ഞാനും പ്രതീക്ഷിക്കുന്നു വലിയൊരു വിജയമാവാൻ. ഇതൊരു സീരിയസ് ജോണർ തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലായത് നിങ്ങൾ സംസാരിച്ചിടത്തോളം. അങ്ങനെ എല്ലാവരും ഏറ്റെടുക്കാൻ പറ്റട്ടെ. തിയേറ്ററിൽ പോയി തന്നെ പ്രേക്ഷകർ എല്ലാവരും കാണട്ടെ. താങ്ക് യു. താങ്ക് യു.